നമസ്കാരം ശ്രീലേ. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇപ്പോഴൊരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഡൽഹിയിൽ സമരം ചെയ്ത ഈ പാറ്റകളോടൊപ്പം സമരം ചെയ്ത SFI വനിതാ നേതാവ് ഐഷി ഘോഷിന് ഒരു നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടായിരുന്നു. ആ വാറണ്ടിന്റെ പുറത്താണ് പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹിയിലെ CPM കേന്ദ്ര ആസ്ഥാനമായ AKG ഭവനിൽ വന്നത്. പക്ഷെ അവിടെ വെച്ച് അവരെ തടഞ്ഞു. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ, MA ബേബി ഒക്കെ ചേർന്ന് അവരെ തടഞ്ഞു. ആ വനിതാ ഉദ്യോഗസ്ഥ, അവരുടെ കൂടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം മടങ്ങിപ്പോയി. അവർ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, വാറണ്ടൊക്കെ കാണിച്ചു, എന്നിട്ട് മടങ്ങിപ്പോയി. ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നതാണ്, ഐഷി ഘോഷിനെതിരായ ഈ വാറണ്ട് ഡൽഹി പട്യാല കോടതി റദ്ദ് ചെയ്തു എന്നാണ്. അതായത് ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി. ഐഷി ഘോഷിനെതിരായ വാറണ്ട് പാട്യാല കോടതി റദ്ദു ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മുടെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളെല്ലാം വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ വാസ്തവം? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കോടതി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോടതി ഇവർക്കെതിരായ നോൺ ബെയിലബിൾ വാറണ്ട് റദ്ദു ചെയ്തത്? അതായത് 2 തരത്തിലാണ് വാറണ്ടുകൾ ഉള്ളത്. ഒന്ന് ബെയിലബിൾ വാറണ്ടും നോൺ ബെയിലബിൾ വാറണ്ടും. നോൺ ബെയിലബിൾ വാറണ്ടിന് ജാമ്യം കിട്ടില്ല, ബെയിലബിൾ വാറണ്ടിന് ജാമ്യം കിട്ടും. പക്ഷെ ചില ഘട്ടങ്ങളിൽ കേസുകൾ അനന്തമായി പോകുമ്പോൾ ഈ സ്ഥിരമായി പ്രതികൾ ഹാജരാവാതിരുന്നാൽ തീർച്ചയായിട്ടും ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ ഒഫൻസ് അതിന്റെ കാഠിന്യം അനുസരിച്ച് ആ വാറണ്ടുകൾ ഇഷ്യൂ ചെയ്യുക സ്വാഭാവികമാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷവും കോടതിയിൽ വാറണ്ട് ഇഷ്യൂ ചെയ്താൽ ഒന്നുകിൽ നമ്മൾ ഹാജരായി ജാമ്യം എടുക്കണം, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഉണ്ട് എന്ന് പറയണം. നോൺ ബെയിലബിൾ ആണെങ്കിൽ അവിടെ ചെന്ന് ജാമ്യം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ആണെങ്കിൽ ജാമ്യം എടുക്കേണ്ടി വരും. ബെയിലബിൾ ആണെങ്കിൽ അവിടെ ചെന്ന് ആളുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒന്ന് ഹാജരായാൽ മാത്രം മതി. ഹാജരായി കഴിഞ്ഞാൽ കോടതി വിടും. ഇവിടെ സംഭവിച്ചിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഐഷി ഘോഷ് കഴിഞ്ഞ കുറെ നാളുകളായി കോടതിയിൽ ഹാജരാകാതെ കോടതിയെ കബളിപ്പിച്ച് നടന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നോൺ ബെയിലബിൾ വാറണ്ട് ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യം കോടതിക്ക് ഉണ്ടായത്. അവർ തന്നെ പറയുന്നുണ്ട്, പട്യാല ഹൗസ് കോടതിയിൽ 15ഓളം കേസുകൾ അവരുടെ പേരിലുണ്ട് എന്ന് പറയുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഐഷി ഘോഷ്. അത് എന്തായാലും ഏത് കേസാണെങ്കിലും, ഇപ്പോ സാധാരണഗതിയിൽ നമുക്കറിയാം, വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിലും കോടതിയിൽ ഹാജരാകേണ്ട സമയത്ത് കോടതിയിൽ ഹാജരാകണം. അപ്പൊ കോടതിയിൽ ഹാജരാകാതെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാറണ്ട് വന്നത്. നമുക്കറിയാം, ജാമ്യം എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു കേസിൽ പ്രതിയായി ജാമ്യം എടുത്താൽ നിയമവ്യവസ്ഥകളെല്ലാം അംഗീകരിക്കാം, പറയുമ്പോൾ കോടതിയിൽ ഹാജരാകാം. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജാമ്യം അനുവദിക്കുന്നത് ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ. അപ്പോ ആ കേസിലൊക്കെ പ്രതിയായ ശേഷം പുറത്തിറങ്ങി രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അമിത്ഷായെ ഒക്കെ എന്തെങ്കിലും പറയുന്നു എന്നതിന്റെ പേരിൽ നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സമരം ചെയ്യുന്നു എന്ന് കരുതി നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാം എന്ന് വിചാരിച്ച ഐഷി ഘോഷിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. ഐഷി ഘോഷ് AKG ഭവനിലേക്ക് ചെല്ലുമ്പോൾ സ്വപ്നത്തിൽ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമുക്കറിയാം, കേരളത്തിൽ ഒരു ED തടഞ്ഞ കേസിൽ പോലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും കയറാൻ സമ്മതിക്കാതെ പോലീസുകാരെ തടഞ്ഞു നിർത്തുകയും അവസാനം പോലീസുകാർ കാലുപിടിച്ച് യാചിച്ചുകൊണ്ട് അകത്ത് കയറുകയും ചെയ്ത സ്ഥിതി നമ്മൾ കണ്ടാണ്. അവിടെയാണ് ഒരു വനിതയും രണ്ട് വനിതാ പോലീസും ഒരു പുരുഷ പോലീസും, ഏറ്റവും ചെറുപ്പക്കാരാണ്, കണ്ടാൽ നമുക്കറിയാം, സർവീസിൽ കയറിയിട്ട് അധികം കാലമൊന്നും ആയിട്ടുണ്ടാവില്ല. അവർ വളരെ ഈസിയായി AKG ഭവനിലേക്ക് ചെല്ലുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത് യൂണിഫോമിലല്ലായിരുന്നു. അതൊരു ശരിയല്ലാത്ത കാര്യമാണ്. കാരണം അവർ പറയുന്നുണ്ട്, അപ്പോഴും വളരെ സംയമനത്തോടെ, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവർ പറയുന്നുണ്ട്, ഞാൻ കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്, അപ്പൊ യൂണിഫോം മാറിയിട്ടാണ് വന്ന സമയത്താണ് ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അറിയുന്നപ്പോൾ പെട്ടെന്ന് കയറി വന്നാണെന്ന് പറയുന്നു. അത് വലിയ ആഘോഷമാക്കുന്നു കേരള മാധ്യമങ്ങൾ. അതിനും അപ്പുറത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ ഈ ഒരു മൈക്ക് പിടിക്കാൻ പോലും ഈ ഐഷി ഘോഷിന്റെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചാനലിന്റെ അവരുടെ ബൈറ്റ് കണ്ടാൽ നമുക്കറിയാം, കേരളത്തിലെ മലയാളം ഇവിടെ നിന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരല്ലാതെ ആരും ഒരു മൈക്കും പിടിച്ച് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഷോ അത് കാണിക്കുന്നു. അടുത്ത ദിവസം ജോൺ ബ്രിട്ടാസ് പറയുന്നു RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള 3ാമത്തെ ആളാണ് എന്ന് ജോൺ ബ്രിട്ടാസ് അവകാശപ്പെടുന്നു. അതായത് ഇവർക്കൊക്കെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു രീതിയിലും മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള മാർഗമൊന്നുമില്ല. കാരണം ഭരണമില്ല, ഒരു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്.
പിന്നെ ദേവസ്വം ബോർഡുകളെല്ലാം പോയി. ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് CPM. എവിടെയും നിന്ന് പിഴച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു പേര് ഈ ഒരു സമരത്തെ അവരുടെ ഒരു വലിയ സ്വാതന്ത്ര്യ സമരമായാണ് അവർ കണ്ടത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോ ഇവിടേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ ഈ സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ വീണ്ടും അവരെ കാണുമ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അവിടെ കുട്ടികളെയാണ് അഡ്രസ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ജോൺ ബ്രിട്ടാസിനോ റഹീമിനോ ആർക്കും ഒരു റോളും ഇല്ല. കേന്ദ്ര സർക്കാർ ഇവരെ പരിഗണിച്ചിട്ടുമില്ല, രാഹുൽ ഗാന്ധിയെ പോലും. ആലോചിച്ച് നോക്കൂ, ആ സമരക്കാരെ വിളിച്ചു, സോനം വാങ്ചുക്കിനെ വിളിച്ചു. അഡ്രസ് ചെയ്യപ്പെട്ട രണ്ടുപേരെ അല്ലാതെ ഇവരെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഇവരെല്ലാം എട്ടുകാലിമ മൂഞ്ഞ് ചമയുകയാണ്. ഞാനാണ് സമരത്തിന്റെ ആളായത്, ഞാൻ അവിടെ കറങ്ങി നടന്നത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രസകരമായ ട്രോള് കണ്ടു. അവിടെ ബലൂൺ വിൽപ്പനയ്ക്ക് നടക്കുന്ന റഹീമിന്റെയും അതുപോലെ ജോൺ ബ്രിട്ടാസും ഫോട്ടോ ആണെന്ന് തോന്നുന്നു. വളരെ രസകരമായ ഒരു ട്രോളായി എനിക്ക് തോന്നുന്നു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ആ സംഭവിച്ച കാര്യങ്ങളെ അവരുടെ ഒരു സംഘടനയുടെ വിജയമാണെന്ന് തരത്തിലാക്കാനും ഐഷി ഘോഷിനെ വലിയ ആളാക്കി ചിത്രീകരിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഏതായാലും അത്തരം ഒരു സമരം ചെയ്യാൻ, ഒറ്റയ്ക്കൊരു സമരം ചെയ്യാൻ ഈ അടുത്ത കാലത്ത് BJPക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഒറ്റയ്ക്കൊരു സമരം ചെയ്ത് വിജയിപ്പിക്കാൻ ഈ പറയപ്പെടുന്ന CPMനോ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞ 13 വർഷമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ 13 വർഷത്തിനിടയിൽ ഒരു സമരവും ചെയ്യാതെ ഇപ്പൊ അരാജകവാദികളും ലോകത്തുള്ള മുഴുവൻ വിഘടനവാദികളും എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു സമരത്തിൽ ചെന്നു കുട്ടികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ നോക്കി, സോനം വാങ്ചുങ്ങിനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ സംഭവിച്ചതെന്നാണ്, കേന്ദ്ര സർക്കാർ അതിന്റെ ശരിയായ ദിശയിൽ കുട്ടികളെ അഡ്രസ് ചെയ്യാൻ അഭിജിത് ദീപ്തെ അടക്കമുള്ളവരെ വിളിക്കുകയും കുട്ടികളുടെ വിഷയമായതുകൊണ്ട് മാത്രം നാളെ മറ്റൊരു വിഷയം പറഞ്ഞുകൊണ്ട് അഭിജിത് ദീപ്തെ ഈ ഇവിടെ വന്നാൽ ചിലപ്പോൾ അതാവില്ല സംഭവിക്കുക. ഇപ്പൊ അഭിജിത് ദീപ്തെ പല കാര്യങ്ങളും ഭീഷണിപ്പെടുന്നുണ്ട്. ഇത് കുട്ടികളുടെ വിഷയമാണ്. കേരളത്തിലെ യുവാക്കളെ ഏറ്റവും അധികം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, ഒരുപക്ഷെ യുവാക്കൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ യുവാക്കൾ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP ചെയ്തത് 100% ശരിയാണ്. അവർ കുട്ടികളുടെ വിഷയത്തെ അഡ്രസ് ചെയ്തു. അവർക്ക് ആദ്യമേ ഇത് അഡ്രസ് ചെയ്യപ്പെട്ട കാര്യമാണ്. എങ്കിലും വീണ്ടും ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിൽ ഒരു നാണക്കേടും വിചാരിച്ചില്ല, കുട്ടികളുടെ വിഷയം അഡ്രസ് ചെയ്തു. അതിനുശേഷം സംഭവിച്ചത് സോനം വാങ്ചുക്കിനെ അഡ്രസ് ചെയ്തു, കുട്ടികളുടെ വിഷയം അഡ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഇവരെ ആരെയും ഒരാളെയും ചർച്ചയ്ക്ക് വിളിച്ചില്ല. അവിടെ ചെന്ന് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് നരേന്ദ്രമോദിയുടെ വീടിന് മുമ്പിൽ ചെന്ന് കാണിച്ച ഗിമ്മിക്കുകൾക്ക് കേസെടുക്കുകയും ചെയ്തു. ഇവിടെ കുട്ടികൾ ചെയ്തിട്ടുള്ള സമരത്തിൽ കേസെടുക്കണ്ട, പക്ഷെ ക്രിമിനലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കേസെടുക്കണം. അത് തീർച്ചയായും നടക്കുന്ന കാര്യം തന്നെ. ഇവിടെ കുട്ടികളുടെ ലെവലാണ്. ഈ പറയപ്പെടുന്ന ഐഷി ഘോഷ് എത്ര വർഷമായി JNUവിലെ വിദ്യാർത്ഥിയായിരുന്നു? 2018 മുതൽ JNU പഠിക്കുക. 2026 കോഴ്സ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് JNUവിലുണ്ട്. 10-40 വയസ്സായ ഒരു JNUവിലെ വിദ്യാർത്ഥികളായിരുന്നു ഒരു കാലത്ത്. അതിനൊക്കെ മാറ്റം വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊക്കെ മാറ്റം വന്നത് ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലത്ത് CUET എക്സാം വന്നതോടുകൂടി മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കാൻ പറ്റൂ. അല്ലാത്ത രാഷ്ട്രീയം പറഞ്ഞു 10 പ്രാവശ്യം അവിടെ തോറ്റിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് തിരുത്തിയോ ആരെ കൊണ്ടെങ്കിലും ഒക്കെ മാർക്ക് ഇടിപ്പിച്ചോ ഒക്കെ വരുന്ന ശിവരഞ്ജിത്തന്മാർക്കും ആർഷോമാർക്കും ഒന്നും ഇനി ഇത്തരത്തിലുള്ള ആർഷോമാർക്കൊന്നും ഇനി ഒരിക്കലും JNUവിന്റെ പടി കയറാൻ സാധിക്കില്ല. അതുപോലെ ഇപ്പോ ഇതൊക്കെ അതാ SFI പറയുന്നത് കേട്ടാൽ ഈ ഐഷി ഘോഷിന് മുന്നിൽ ഡൽഹി പോലീസ് വിറച്ചു എന്നാണ്. പക്ഷെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ, ഡൽഹി പോലീസ് വിറക്കിയായിരുന്നില്ല പ്രശാന്ത്, ഡൽഹി പോലീസിനാണ് ഇക്കാര്യത്തിൽ വിജയം സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടേക്കാണ് എന്റെ ചോദ്യം. ഈ നോൺ ബെയിലബിൾ വാറണ്ട് കോടതി എങ്ങനെ റദ്ദാക്കും? അതിന് കാരണം തീർച്ചയായിട്ടും അങ്ങനെ വെറുതെ കയറി കോടതി റദ്ദാക്കുമോ? അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഈ ഐഷി തീർച്ചയായിട്ടും പിഴ അടച്ചുകൊണ്ടാണ് നോൺ ബെയിലബിൾ. എത്ര രൂപ അടയ്ക്കേണ്ടി വന്നു? 1000 രൂപ പിഴ അടച്ചിട്ടുണ്ട്. 1000 രൂപ പിഴ അടച്ചുകൊണ്ടാണ് ഈ വാറണ്ട് അത് മാത്രമായിരിക്കില്ലല്ലോ. അപ്പൊ അല്ല, അതായത് നമ്മുടെ ഈ ഐഷി ഘോഷ് കോടതിയിൽ നേരിട്ട് ഹാജരായി അല്ലേ? നേരിട്ട് ഹാജരായി പിഴയടച്ചു. പിന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് കോടതിക്ക് മുന്നിൽ സമ്മതിച്ചു. അങ്ങനെയാണല്ലോ പിഴയടക്കുന്നത്. ഏത് സമയത്തും ഹാജരായി മാപ്പ് പറയുകയും ഏത് സമയത്തും കോടതി വിളിച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഐഷി ഘോഷിന്റെ ആ നോൺ ബെയിലബിൾ വാറണ്ട് മാത്രമാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഡൽഹി പോലീസിന്റെ വിജയമല്ലേ? ഒരു ക്രിമിനലിനെ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരുന്ന നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ക്രിമിനലിനെ വീണ്ടും ഒരു സമരത്തിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ് ഈ നോൺ ബെയിലബിൾ വാറണ്ട് ഉള്ള ഒരാൾ ഒരു സമരത്തിൽ പങ്കെടുക്കുക? അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും എന്ത് രാഷ്ട്രീയമാണെങ്കിലും അത്തരത്തിലുള്ള പങ്കെടുക്കാൻ പാടില്ല. അത് കോടതി ജാമ്യത്തിൽ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ വാസ്തവത്തിൽ ആ ജാമ്യ
ഉപാധികൾ എല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഓക്കെ, ജാമ്യം റദ്ദാകാൻ പോലും കോടതിക്ക് ജാമ്യോപാധികൾ വേണമെങ്കിൽ അത് ലംഘിച്ചത് റദ്ദാക്കാം. നോൺ ബെയിലബിൾ ഒഫൻസ് വന്നത് ജാമ്യ ഉപാധികൾ ലംഘിച്ചത് കൊണ്ടാണ്. ജാമ്യ അതെ ഉപാധികൾ അതെ ലംഘിച്ച് നോൺ ബെയിലബിൾ വാറണ്ട് വന്നു കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ളത് എന്താണ്? അവിടെ വീണ്ടും സമരത്തിൽ വരികയാണ്. ആ സമരവും അക്രമാസക്തമാകുന്ന ഒരു സമരത്തിലേക്ക് എത്തപ്പെടുകയാണ്. ആ സമരത്തിന്റെ പേരിൽ അവിടെയുള്ള കേസുള്ള എല്ലാവരെയും തെരഞ്ഞു പിടിച്ച കൂട്ടത്തിൽ ഇവരെയും തെരഞ്ഞു പിടിച്ചു. അതിൽ മറ്റൊന്നും പറയേണ്ട കാര്യമില്ല. കൂടുതൽ അറിയുന്ന മുഖമെന്ന രീതിയിൽ നിരന്തരം കേസുകൾ പ്രതിയാകുന്ന ഒരാളെ കേരളത്തിലെ പോലീസിന് മനസ്സിലാവൂലേ? അതുപോലെ തന്നെ ഡൽഹി പോലീസിന് നിരന്തരം ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ മനസ്സിലായി. വർഷങ്ങൾ കൊണ്ട് ഡൽഹിയിൽ കിടന്ന് ഇങ്ങനെ സമരം ഉണ്ടാക്കിയും ഏതെങ്കിലും ബാരിക്കേഡ് കണ്ട ഞാൻ മനസ്സിലാക്കി അവരെ കുറിച്ച് എവിടെ ബാരിക്കേഡ് കണ്ടാലും ചാടിക്കയറുവന്ന. അപ്പൊ അങ്ങനെ ബാരിക്കേഡ് കണ്ടാൽ ചാടിക്കയറുകയും 2 തവണ ഇലക്ഷൻ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 10-30 വയസ്സിന് മുകളിലുള്ള ആളാണ് ഐഷി ഘോഷ്. ചെറുതാണ്, ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് കോളേജിൽ പഠിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും വർഷമായി പഠിച്ചുകൊണ്ട്. അതെ, 10-33 വയസ്സുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അവർ. അതെ, അത്രയും പ്രായമുള്ള പക്ഷെ ഒരാളാണ്. ഇപ്പോഴും അവരെന്തോ JNUവിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹോസ്റ്റൽ, അതായത് മാസം 300 രൂപ എന്തോ മാത്രമേ ഫീസ് ഉള്ളൂ. ആ ഫീസും കൊടുത്ത് അങ്ങനെ പഠിക്കുകയാണ് ഇപ്പോഴും. അതാണ് ഐഷി ഘോഷിന്റെ. മുഴുവൻ ആൾക്കാർക്ക് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യാൻ സാധിച്ചത് ഒരു കാലത്ത് JNUവിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഫുഡും താമസവും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്. അരാജകത്വം, ആവശ്യത്തിന് അരാജകത്വം വാരി വിതറാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാലം അവിടെ ഇങ്ങനെ കുറെ CPM-കാർ അവിടെ തുടർന്നുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനിയുള്ള കാലത്ത് സംഭവിക്കില്ല. ഇനി CUT എക്സാം ആയതോടുകൂടി മെറിറ്റ് ഉള്ളവർ മാത്രം കേന്ദ്ര സർവകലാശാലയിൽ പഠിച്ചാൽ മതി എന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് മനസ്സിലാക്കുന്ന പാട്യാല ഹൗസ് കോടതിയിൽ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞ് 1000 രൂപ പിഴയും അടച്ച് ഇനിയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സമയത്തും ഹാജരായിക്കൊള്ളാമെന്ന ജാമ്യ വ്യവസ്ഥ എഴുതി കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ജാമ്യത്തിലല്ല ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ എന്തോ മഹാസംഭവമാണെന്ന രീതിയിൽ അത് റദ്ദ് ചെയ്തു, ഞങ്ങൾക്ക് ഒരു വിജയവുമില്ല. ഇത്രയും കാലം ക്രിമിനൽ ആക്ടിവിറ്റീസ് കറങ്ങി നടന്ന് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്ന ഒരാൾ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടാക്കിയ ഒരാളെ വീണ്ടും സമരമുഖത്തെത്തുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഡൽഹി പോലീസിന്റെ ചുമതലയാണ്. തീർച്ചയായിട്ടും ഡൽഹി പോലീസ് അവരുടെ കൃത്യനിർവഹണം വൃത്തിയായും ഭംഗിയായും ചെയ്തിരിക്കുന്നു. അതിനും ഡൽഹി പോലീസ് ആ വ്യക്തിയെ തന്നെ, അത് AKG ഭവൻ ആണെങ്കിൽ AKG ഭവനിൽ കയറിയ ധൈര്യത്തെ നമ്മൾ അതിനെ തന്നെ അംഗീകരിക്കണം. കാരണം AKG ഭവൻ ഡൽഹിയിൽ അറിയാലോ, ഗൂഗിളിൽ പോലും കിട്ടത്തില്ല. സെർച്ച് ചെയ്ത് ഗൂഗിളിൽ പോലും ഇല്ല. സെർച്ച് ചെയ്ത് നോക്കിയോ? ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഗോൾ മാർക്കറ്റിലാണ് ഓഫീസ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെ ഗൂഗിളിലില്ല. കാരണം ഇവിടെ വന്നിട്ട് ആരും അങ്ങോട്ട് പോകാറില്ല. ഈ CPM-കാർ 5-6 പേര് കേരളത്തിൽ നിന്ന് വരുന്ന സംസ്ഥാന ദേശീയ അംഗങ്ങൾ മാത്രമേ അവിടേക്ക് പോകാനുള്ളൂ. വേറെ ആരും പോകാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗൂഗിളിൽ പോലും ഇല്ല. പക്ഷെ അവിടെ ഗൂഗിളിൽ പോലും ഇല്ലാത്തവർക്ക് തെരഞ്ഞു കണ്ടുപിടിച്ച് അവിടെ പോവുകയും അവിടെ വളരെ പ്രധാനമായി അവിടേക്ക് കയറുകയും ചെയ്ത ചെറിയ പോലീസുകാരാ, വലിയ പ്രായമുള്ളവരുമല്ല, ജൂനിയർ ആയ പോലീസുകാരെ അവരെ നിയമത്തിന്റെ ഭാഗമായി ഇവരെ കോടതിയിൽ എത്തിക്കാനും അവിടെ നിന്നും പിഴയടപ്പിക്കാനും നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അതിനെ പിഴയടപ്പിച്ചുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ് വീണ്ടും ഹാജരാകാം എന്ന് പറയിപ്പിക്കാനും കഴിഞ്ഞത് ഡൽഹി പോലീസിന്റെ വിജയമാണ്. ഇത് ഐഷി ഘോഷിന്റെ വിജയമോ CPM-കാരുടെ വിജയമോ കോടതിയിൽ പോയ അഭിഭാഷകരുടെ വിജയമോ ജോൺ ബ്രിട്ടാസിന്റെ വിജയമോ ഒന്നും തന്നെയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പക്ഷേ ഇത് മനസ്സിലാവില്ല. അവര് ആടിനെ പട്ടിയാക്കി ശീലിച്ചു പോയത് കൊണ്ട് അവർക്ക് തലതിരിച്ച് ഇതെല്ലാം കാണാൻ പറ്റും. മനസ്സിലാവാത്തതുകൊണ്ടല്ല. എല്ലാം ഡിഗ്രി വരെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നിയമവ്യവസ്ഥയിൽ അറിവില്ലാത്ത ആൾക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജേർണലിസ്റ്റുകളാണെങ്കിലും നിയമത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കോടതിയിൽ ഹാജരായി നോൺ ബെയിലബിൾ വാറണ്ട് ഉള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നത് പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ സമയത്ത് ഇരയാക്കി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണല്ലോ, മുഴുവൻ അന്തം കമ്മികളാണല്ലോ ഈ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ 90%. അവർ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചമയ്ക്കും. അത് ഏറ്റുപിടിക്കാൻ കുറച്ച് അന്തം കമ്മികളും ഈ ഓൺലൈനിലൊക്കെ ഉണ്ട്. അവരിതിങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കും. അതിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ യാതൊരു തെറ്റുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി എന്നൊക്കെയുള്ള വാർത്ത ശുദ്ധ ബോഷ്കാണ്. അത് ഒരു തിരിച്ചടിയുമില്ല. തിരിച്ചടി ഉണ്ടായത് SFI വനിതാ നേതാവിനാണ്. കോടതിയിലെത്തി മാപ്പ് പറഞ്ഞ് പിഴയും അടച്ച് തടി ഊരിയെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള വാർത്തകളുടെ പിന്നാമ്പുറം, അതിന്റെ യാഥാർത്ഥ്യം അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഭാരത് ലൈവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം. നന്ദി, നമസ്കാരം.